മാർച്ച് 17 വിശുദ്ധ പാട്രിക്. അയർലൻഡിൻ്റെ പ്രിയപ്പെട്ട രക്ഷാധികാരിയായ വിശുദ്ധ പാട്രിക് അയർലൻഡിലേക്ക് ക്രിസ്തുമതം കൊണ്ടുവന്ന ബിഷപ്പായി അറിയപ്പെടുന്നു. തൃത്വത്തെക്കുറിച്ച് പഠിപ്പിക്കാൻ 3 ലഘുലേഖകളുള്ള ഷാംറോക്ക് ഉപയോഗിച്ചു. ക്രിസ്തു എന്നോടൊപ്പം, ക്രിസ്തു എൻ്റെ മുമ്പിൽ, ക്രിസ്തു എൻ്റെ പിന്നിൽ എന്ന് തുടങ്ങുന്ന പലപ്പോഴും ചൊല്ലപ്പെടുന്ന പ്രാർത്ഥന എഴുതിയത് അദ്ദേഹമാണ്. ബ്രിട്ടനിൽ ഒരു റോമൻ ഉദ്യോഗസ്ഥൻ്റെ മകനായി പാട്രിക് ജനിച്ചു. അദ്ദേഹത്തിൻ്റെ കൺഫെസിയോ പ്രകാരം ചെറുപ്പത്തിൽ പാട്രിക്കിനെ ഐറിഷ് കടൽക്കൊള്ളക്കാർ തട്ടിക്കൊണ്ടുപോയി. 6 വർഷം ഐറിഷ് മരുഭൂമിയിൽ അടിമത്തത്തിൽ ആടുകളെ മേയ്ക്കുകയായിരുന്നു. ഒറ്റപ്പെടലിൻ്റെയും ദാരിദ്ര്യത്തിൻ്റെയും ഈ സമയത്ത് ദൈവത്തിൻ്റെ സംരക്ഷണവും മാർഗനിർദ്ദേശവും ആവശ്യപ്പെട്ട് താൻ പലപ്പോഴും ഒരു ദിവസം 100 കണക്കിന് തവണ പ്രാർത്ഥിച്ചിരുന്നുവെന്ന് പാട്രിക് എഴുതുന്നു. ഒടുവിൽ അദ്ദേഹം രക്ഷപ്പെട്ട് 200 മൈൽ സഞ്ചരിച്ച് ബ്രിട്ടനിലേക്ക് പോകുന്ന ഒരു കപ്പലിൽ കയറി. ദുഷ്കരമായൊരു യാത്രയ്ക്ക് ശേഷം ഒടുവിൽ അദ്ദേഹം വീട്ടിലേക്ക് മടങ്ങി. പിന്നീട് തൻ്റെ 20കളുടെ തുടക്കത്തിൽ നാട്ടിലേക്ക് മടങ്ങിയ ശേഷം അദ്ദേഹത്തിന് ഒരു സ്വപ്നമുണ്ടായി. അത് പൗരോഹിത്യത്തിന് പഠിക്കുവാനും പട്ടത്തിന് ശേഷം അയർലൻഡിലേക്ക് മടങ്ങാൻ സന്നദ്ധ പ്രകടിപ്പിക്കാനും അദ്ദേഹത്തെ പ്രേരിപ്പിച്ചു. അയർലൻഡിൻ്റെ ഭാഷയെയും സംസ്കാരത്തെയും കുറിച്ചുള്ള പാട്രിക്കിൻ്റെ അറിവിൻ്റെ സാധ്യതകൾ തിരിച്ചറിഞ്ഞ അദ്ദേഹത്തിൻ്റെ ബിഷപ്പ് ആദ്യത്തെ ഐറിഷ് ബിഷപ്പ് മരിച്ചപ്പോൾ പാട്രിക്കിനെ അയർലൻഡിലെ ബിഷപ്പായി നിയമിച്ചു. മിഷണറിമാർ ആരും സഞ്ചരിച്ചിട്ടില്ലാത്ത അയർലൻഡിലെ ചില ഭാഗങ്ങൾ പാട്രിക് സഞ്ചരിച്ചു. പലപ്പോഴും ഭീഷണി നേരിടുകയും തടവിലാക്കപ്പെടുകയും ചെയ്തിട്ടും അദ്ദേഹം ഏറ്റവും ശക്തമായ ഐറിഷ് രാജാക്കന്മാരോട് ധൈര്യത്തോടെ പ്രസംഗിച്ചു. ഈ എതിർപ്പുകൾക്കിടയിലും പിതാവായ ദൈവത്തോട് താഴ്മയോടെ നന്ദിയുള്ളവനായും പരിശുദ്ധാത്മാവിനാൽ സന്തോഷത്തോടെ പ്രചോദിതനായും ദൈവപുത്രനായ യേശുവിനെക്കുറിച്ച് പ്രസംഗിക്കുവാൻ പാട്രിക് 40 വർഷം ദ്വീപിൽ ചുറ്റി സഞ്ചരിച്ചു. 460 പാട്രിക്കിൻ്റെ മരണത്തിനു മുൻപ് അദ്ദേഹത്തിൻ്റെ കാരുണ്യപരമായ ആവേശം ആയിരക്കണക്കിന് ആളുകളെ ക്രിസ്തുമതത്തിലേക്ക് പരിവർത്തനം ചെയ്തു. അദ്ദേഹം സ്ഥാപിച്ച നിരവധി ആശ്രമങ്ങളിലും കോൺവെൻറ്റുകളിലും രൂപീകരിച്ച പുരോഹിതന്മാരും സന്യാസിമാരും കൂടുതൽ മിഷണറിമാരെ പ്രചോദിപ്പിക്കുന്നതിനായി വടക്കൻ യൂറോപ്പിലേക്ക് ക്രിസ്തുമതം പ്രചരിപ്പിച്ചു. ഐറിഷ് കുടിയേറ്റക്കാർ ലോകമെമ്പാടും അദ്ദേഹത്തോടുള്ള സ്നേഹം പ്രചരിപ്പിച്ചു.